ആലപ്പുഴയിൽ ലൈംഗികാതിക്രമ പരാതിയിൽ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ പാർട്ടി സംരക്ഷിക്കുന്നുവെന്ന് പരാതി. വിയപുരം LC സെക്രട്ടറി സൈമൺ അബ്രഹാമിനെതിരെയാണ് പരാതി. സംസ്ഥാന സെക്രട്ടറിക്കടക്കം വനിതാ അംഗം പരാതി നൽകിയിരുന്നു. പാർട്ടിയിൽ നിന്നും നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ പോലീസിൽ പരാതി നൽകുമെന്ന് വനിതാ അംഗം അറിയിച്ചു. മനീഷ് മഹിപാല വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നു. മനീഷ്, എത്രത്തോളം ഗുരുതരമായ പരാതിയാണ് വനിതാ അംഗം ഉന്നയിക്കുന്നത്? പാർട്ടിയെ സമീപിച്ചിട്ട് പാർട്ടിയിൽ നിന്നുള്ള സമീപനം എന്തായിരുന്നു എന്നാണ് അവർ പറയുന്നത്? മനീഷ്. ഹാഷ്മി, കഴിഞ്ഞ 2024 ഡിസംബർ മാസം 24-ാം തീയതിയാണ് മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐയുടെ മേഖലാ ഭാരവാഹി കൂടിയായിട്ടുള്ള വനിതാ പാർട്ടി അംഗം വിയപുരം പാർട്ടി ലോക്കൽ സെക്രട്ടറി സൈമൺ എബ്രഹാമിനെതിരെ പരാതി കൊടുത്തിട്ടുള്ളത്. ലൈംഗിക അധിക്ഷേപം അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ പാർട്ടി സംഘടനാ പരിപാടികൾക്കൊക്കെ തന്നെ വരുമ്പോൾ ഈ സഖാവ്, ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മോശമായ രീതിയിൽ ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുന്നു, ലൈംഗിക ചേഷ്ടയോടുകൂടി തന്നെയുള്ള ആംഗ്യങ്ങൾ കാണിക്കുന്നു. ഇതിനൊരു മറ്റൊരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ വനിതാ സഖാവ് വനിതാ അംഗം ഇതിന് സാക്ഷി കൂടിയാണ്. ഒപ്പം തന്നെ തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നു. താനും ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, 2 തവണ ഏർപ്പെട്ടു എന്ന രീതിയിൽ വ്യാജ പ്രചരണം മറ്റുള്ളവർക്കിടയിലേക്ക് ഇയാൾ പരത്തുന്നു. ഒപ്പം തന്നെ താനും തന്റെ ഭർത്തൃമാതാവുമായി വഴക്കിട്ടു. അതിനെ തുടർന്ന് ഭർത്തൃമാതാവിനെ താൻ തല്ലി താഴെ ഇട്ടു, അങ്ങനെ അവരുടെ തല പൊട്ടി, തനിക്ക് അർബുദ രോഗമാണ് എന്നതടക്കമുള്ള വ്യാജ പ്രചരണങ്ങൾ ഇയാൾ നടത്തുന്നു. ഈ വ്യാജ പ്രചരണങ്ങൾ ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നടത്താനുള്ള കാരണം, ലൈംഗിക ബന്ധത്തിന് ക്ഷണിച്ചിട്ട് അതിന് സമ്മതിക്കാത്തതിനെ തുടർന്നാണ് ഈ രീതിയിൽ വ്യാജ പ്രചരണം നടത്തി സമ്മർദ്ദം ചെലുത്തുന്നു. ഇതിന്റെ പേരിൽ താൻ ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയതിന്റെ പേരിൽ താൻ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപാണ് ഈ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത്. നിലവിൽ ഇപ്പോഴും പാർട്ടി അംഗമാണ്, ഡിവൈഎഫ്ഐയുടെ മേഖലാ ഭാരവാഹി കൂടിയാണ്. ഇത് സംബന്ധിച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന സെക്രട്ടറിക്കും പരാതി കൊടുത്തു. അങ്ങനെ സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയോടും ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KH ബാബുജാനോട് ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അന്വേഷണ കമ്മീഷൻ ഇത് അന്വേഷിച്ചു, റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ റിപ്പോർട്ട് വെളിച്ചം കണ്ടിട്ടില്ല, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ പരാതി കൊടുത്തിട്ട് നടപടി ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അത് പോലീസിൽ പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് നിലവിൽ ഈ പരാതിക്കാരി അറിയിക്കുന്നത്. ഹാഷ്മി. മനീഷ് മഹിപാലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.